ഇവിടെ തന്നെ നിർത്തിക്കോ. ആ ഇവിടെ തന്നെ. SP സാറിന്റെ വണ്ടി ഒന്നും കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ നിക്കണോതോ പോണോ? ഞാൻ പോയാ പിന്നെ എന്നെ അടിച്ചോണ്ടോണ്ട് പോവും. വെയിറ്റ് ചെയ്. ഞാനും സാറോട്ടോ ഡിസ്കഷൻ കഴിഞ്ഞ് ഉടനെ പോവാം. വണ്ടി തിരിച്ചിട്ടോ ചെല്ല്. SP സാറേ, SP സാറേ, SP സാറേ. ആരാ? ഐ ആം സുഗുണൻ, കമ്മിങ് ഫ്രം മഹാത്മാഗാന്ധി കോളനി. തനിക്ക് വീടൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. ഇത് ഉമാദത്തൻ IPS വീടാ. ഭാര്യ വീടും തിരുത്തിപ്പെടണം അമ്മൂമ്മേ. അമ്മൂമ്മയോ? ആരാണ് തന്റെ അമ്മൂമ്മ? ചെമ്പകശ്ശേരി ജയശങ്കിനി അമ്മയുടെ മുഖത്ത് നോക്കി അമ്മൂമ്മയെന്ന് വിളിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ? ഗോമതി, സോറി പെങ്ങളെ, സോറി അമ്മേ. കണ്ടപ്പോ ഒരു ആവശ്യത്തിൽ വിളിച്ചു പോയതാ. ഐ ആം റിയലി സോറി. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കിപ്പോ SP സാറിനെ നേരിൽ കാണണം. സാർ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഇവിടെ നിന്ന് ആടിക്കൊടയാതെ താൻ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. സോറി അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ ഇപ്പൊ കണ്ടേ പറ്റൂ. കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ താൻ നേരെ സ്റ്റേഷനിലോട്ട് വിട്ടോ. അങ്ങോട്ട് ചെന്ന് അങ്ങനെ എന്നെ ഇപ്പൊ എടുത്ത് പഞ്ഞിക്കിടും. അതുകൊണ്ടല്ലേ ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ഇങ്ങോട്ടാക്കിയത്. ഞാൻ അറിഞ്ഞോ ഇത്ര കൊച്ചുവെളുപ്പം കാലത്തെ സാറ് ഓഫീസിൽ പോയി കളയൊന്ന്. ഓഫീസിലോട്ട് തന്നെയാണോ സാറ് പോയത്? എന്താ ഇവിടെ? ആരാ ഇയാള്? ഈ ജീവിതം തന്നെ എനിക്ക് മടുത്തു. ഇനി ഇയാളുടെ കൂടെ പോണോന്ന് സാർ എന്നോട് പറഞ്ഞ സാറിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ വല്ല ആറ്റിലും ചാടും. അല്ല, താനെന്താ ഇവിടെ? നിനക്കറിയാവോ ഇയാളെ? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണാ. പിന്നെ നീ എന്തിനാ ഇയാളോട് കുശലം ചോദിച്ചേ? കുശലം ചോദിച്ചോ? ആര്? ഇയാൾ ആരാ, എന്തിനാ ഇവിടെ വന്നെന്നല്ലേ ചോദിച്ചത്? താൻ അറിയോടോ ഇവളെ? എനിക്കറിയത്തില്ല. ഇതേതായി കൊച്ച്? ഞാൻ SP ഉമാദത്തൻ സാറിന്റെ വൈഫാ. എന്താ? ഞാൻ സാറിനെ കണ്ട ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് സാർ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞത്. അങ്ങോട്ട് പോകാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് വന്ന കാര്യം ഞാൻ വൈഫിനോട് പറയാം. ഇയാള് കുടിച്ചിട്ടാ കയറി വന്നേക്കുന്നല്ലേ? ചേടാ, അത് ഇതുവരെ അമ്മുമ്മ. സോറി അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അധികമൊന്നുമില്ല. ഇവിടെ വന്ന് SP സാറിനോട് വർത്തമാനം പറയാൻ ഒരു ധൈര്യം കിട്ടണ്ടേ? അതിനു വേണ്ടി സിമ്പിൾ 2 എണ്ണം, 2 പൈന്റ്, ജസ്റ്റ് 2 pints. That's all, Your Honor. കള്ളുകുടിയന്മാര് പറയുന്നൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. താൻ വേഗം പോകാൻ നോക്ക്, അല്ലേ SP ഇങ്ങോട്ട് വിളിക്കാം. അയ്യോ, സുഗുണനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും യുക്തയും പറയും. പറഞ്ഞിട്ട് സുഗുണൻ ഇവിടുന്ന് പോവും. അല്ല, ഇതാരാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ? വാട്ട് ഈസ് യുവർ നെയിം? തന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോകാൻ. ഐ ആം ദി സോറി അമ്മേ, ഐ ആം ദി സോറി. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് ഞാൻ ഈ മാഡത്തോട് പറഞ്ഞിട്ട് സുഗുണൻ ഇവിടുന്ന് പൊയ്ക്കോളാം. നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ആ പോലീസുകാരൻ, അങ്ങനെ പറ്റിയത് പോലീസ് പണിയല്ല. വല്ല പള്ളിയിലും പോയി പാതിരിയാവാൻ പറ. അയാളെ എന്നെ ഉപദേശിക്കാൻ. വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞോളൂ. വേലക്കാരി സ്ഥാനത്ത് നിന്നാ മതി. ഇത് നമ്മളെ ഫാമിലിക്കാർ സംസാരിച്ച് തീർത്തോളാം. കേട്ട പെണ്ണുമ്പിള്ളേ? അല്ല മാഡം, സോറി. ഞാൻ എന്റെ ഭാര്യയും തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ചയിലാണ്. അതിന് നിങ്ങളുടെ ഭർത്താവ് എന്താ ഇത്ര ക്രിമേടി? അവൾക്ക് ചെയ്തെടുക്കുന്നത് അയാളല്ലോ, ഞാനല്ലേ? ഹേ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. മുത്തശ്ശൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ല ഇവിടെ ഇറങ്ങിപ്പോവാൻ. അനുവാദം ഇല്ലാതെ ഒരാളുടെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിച്ച എന്താ ശിക്ഷ എന്നറിയാമോ? ഭവനഭേദനം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറൽ, എല്ലാം കൂടി ചേർത്ത് ഒരു 6 വർഷം അകത്ത് കിടക്കാം. അതിന് ഞാനിതൊരു അനാവശ്യമൊന്നും കാണിച്ചില്ലല്ലോ കൊച്ച്. കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. എനിക്ക് SP ഭാര്യ അടുത്ത് 4 വർത്താനം പറയണം.
അയാൾക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കാമെങ്കിൽ എനിക്ക് അയാളുടെ ഭാര്യയോട് സംസാരിക്കാം. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് കൺട്രി. എല്ലാവർക്കും കൂടെ തുല്യ എടോ, അവകാശം. തന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? അമ്മച്ചി അങ്ങനെ പറയരുത്. ഇത് സുഗുണന്റെ പ്രസജി മാറ്ററാണ്. പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ അമ്മച്ചി. ഡോ തനിക്ക് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? മോളെ അവള് കേറി ഗോൾ അടിച്ച ആളാകും മുമ്പേ മോളെ എന്തെങ്കിലും പറ. പറയല്ലേ? പിന്നെ പറയാതെ പറ, വേഗം പറ മോളെ അങ്ങോട്ട്. സുഗുണ, എന്തോ എനിക്കും സുഗുണനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാട്ടെ. ജീവിതം ഒരു പളുങ്ക് പാത്രം പോലെയാണ് സുഗുണ. അത് തുടച്ച് വൃത്തിയാക്കി ചില്ലലമരയിൽ വെച്ചാ കാണാൻ നല്ല ഭംഗിയാ. പക്ഷേ ഒരിക്കലും വീണുടഞ്ഞു പോയാ അതാർക്കും കൂട്ടി ഒട്ടിക്കാൻ പറ്റില്ല സുഗുണ. ഈ ഡയലോഗ് മുമ്പ് എവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ജീവിതം എന്ന് പറയുന്നതേ ഒരു പളുങ്ക് പാത്രം പോലെയാ. അത് തുടച്ചു വൃത്തിയാക്കി ചില്ലലമാരെ വെച്ചാ കാണാൻ നല്ല ഭംഗിയാ. ആ, ഈ ഡയലോഗ് നിങ്ങളുടെ ഭർത്താവ് സ്ഥിരം പറയുന്നതാ. ഇത് നിങ്ങളെ കുടുംബക്കാരെല്ലാം കാണാതെ പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ. ഇനി അങ്ങനെ എന്റെ ഭാര്യയുടെ മുമ്പിൽ ആളാവും വന്നോണ്ടല്ലോ. എസ്പിയ ക്രിസ്പിയാന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് ഞാൻ റൊട്ടി കളയും. എന്തോടാ പറഞ്ഞേ? അടിച്ച് റൊട്ടിയാക്കി കളയുമെന്ന്. മോളെ പിന്നെ എത്ര നേരം കരുതിയാ സഹിച്ചോണ്ട് നിൽക്കുന്നത്? അയ്യോ, ഇയാള് ചത്തെന്നാ തോന്നുന്നേ. യോ, എന്തൊരു തല്ല കൊച്ചെന്നീ തല്ലേ. യോ എന്റെ ഈശ്വരാ. പോയി വെള്ളം എടുത്തോണ്ട് വാടി. അയ്യോ, ഞാനെന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാരും പരിചയപ്പെട്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. SP സാർ വരുമ്പോ എന്റെ പ്രത്യേക അന്വേഷണം പറയണം. ഫോട്ടോ വേണം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കൊണ്ടുവാടേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. വിട്ടോ.